കോഴിക്കോട് നഗരത്തിൽ ഏറ്റവും അധികം വാഹനങ്ങളുള്ള ഏറ്റവും അധികം ഗതാഗത കുരുക്കുണ്ടായ ഒരു പാതയാണ് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡ്. ഇവിടെ ഈ റോഡിന് വീതിയില്ലാത്തതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ വഴി നിരവധി വാഹനങ്ങളൊക്കെ പോകുമായിരുന്നു. ബസ് ഉൾപ്പെടെയുള്ള നിരവധി ഗതാഗത യോഗ്യമായ ഒരു റോഡായിരുന്നു. ഇവിടെയാണ് ഗതാഗത കുരുക്ക് പരിഹരിച്ചിരിക്കുന്നത്. അതായത് കോഴിക്കോടിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ റോഡിന്റെ വീതി കൂട്ടുക എന്ന് പറയുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട വർഷങ്ങളോളമുള്ള കാത്തിരിപ്പിന് കൂടെ അവസാനമായാണ് ഇന്നിപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മലാപ്പറമ്പ് മാനാഞ്ചിറ റോഡിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണുന്നത് പോലെ 5.32 കിലോമീറ്റർ വീതി റോഡിലാണ് ഏതാണ്ട് 24 മീറ്റർ വീതി കൂട്ടിയിട്ടുള്ളത്. ഇവിടെ കൂടുതൽ സുഗമമായി ഇനി മുതൽ വാഹനങ്ങൾക്ക് പോകാം. ഇത് റോഡിന്റെ ഒരു കോഴിക്കോടിന്റെ തന്നെ മുഖച്ഛായ മാറ്റുമെന്നുള്ളതാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ഇനി കുറച്ചുകൂടെ പണി ഈ റോഡിൽ പൂർത്തിയാകേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വഴിവിളക്കുകൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് ബസ് സ്റ്റോപ്പുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിക്കാനുണ്ട്. അതുൾപ്പെടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പൂർത്തിയാക്കുമെന്നുള്ളത് കൂടെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു റോഡിന്റെ നിർമ്മാണം നടക്കുന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റ് കേബിൾ വർക്കുകൾക്ക് വേണ്ടി ഈ റോഡ് വീണ്ടും പൊളിക്കുമ്പോൾ ഉള്ളതാണ്. പക്ഷേ ഈ റോഡിന്റെ പ്രത്യേകത, ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേബിളുകളൊന്നും തന്നെ ഇടാൻ വേണ്ടി ഈ റോഡ് പൊളിക്കേണ്ടതില്ലാത്ത പോലെയാണ്. മറ്റ് സൈഡുകളിൽ അതിനുവേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഭാവിയിലാണെങ്കിലും പൈപ്പ് വർക്കുകൾക്കോ അല്ലെങ്കിൽ മറ്റ് കേബിളുകൾ ഇടാനോ വേണ്ടി ഈ റോഡ് പൊളിക്കേണ്ടി വരില്ല. എപ്പോഴും ഈ റോഡ് ഇതുപോലെ തന്നെ കൃത്യമായി പുതുപുത്തനായി നിലനിൽക്കുമെന്നുള്ളത് കൂടെ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റോഡ് 2008 ഇതുൾപ്പെടെയുള്ള 7 റോഡുകൾക്ക് വേണ്ടിയുള്ള ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ 6 റോഡുകൾ പൂർത്തിയാക്കിയിട്ടും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ റോഡിന്റെ വികസനം മാത്രം അല്ലെങ്കിൽ ഈ റോഡിന്റെ നിർമ്മാണം മാത്രം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കോഴിക്കോട് വലിയൊരു ഗതാഗത കുരുക്കിന് കൂടിയാണ് ഇപ്പോൾ പരിഹാരമായിട്ടുള്ളത്. ഈ റോഡിൽ പ്രധാനപ്പെട്ട കുറെ അധികം ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് കൂടുതൽ സുഗമമായി ഈ റോഡ് ഇനി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആളുകളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടിയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ റോഡിന്റെ ഉദ്ഘാടനം പൂർത്തിയാക്കിയിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.